എന്നാടാ നിന്റെ ഡബിൾ ലാർജ്? താങ്ക് യു മേജർ. ആ എന്നിട്ട് പറയണം, കിരൺ ചെറിയാൻ പോത്തൻ. ഒരു ഫോൺ കോൾ ഇല്ല, ഒരു കത്തില്ല. എവിടെ ആയിരുന്നടാ നീ കഴിഞ്ഞ ഒരു 6 മാസക്കാലം? ഇൻ ജോഹാനസ്ബർഗ്. അവിടെ ഒരു പഴയ ഗോൾഡ് മൈൻ ഓണറുടെ 4ാമത്തെ വെപ്പാട്ടിയുടെ കൂടെ പ്രൊവൈഡിങ് പേഴ്സണൽ സെക്യൂരിറ്റി. ഒടുവില് അക്കന്റെ ബോഡി മാത്രം ഗാർഡ് ചെയ്താൽ പോരാന്നൊരു അവസ്ഥ വന്നപ്പോ തടിയൂരി. അതങ്ങനെ ഒരു 4 മാസം. പിന്നെ ഒരു 2 മാസം ഉലകം ചുറ്റും വാലിബൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 ദിവസം നല്ല പഴഞ്ചോറും പന്നിയിറച്ചി നല്ല അമരം വാറ്റുമൊക്കെ ആയിട്ട് അങ്ങ് കാഞ്ഞിരപ്പള്ളിയില്. ഓഹോ, എന്നിട്ട്? എന്നിട്ട് എന്താവാൻ? ദിവസവും പള്ളിയിൽ പോണം, എന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കണം, ഉള്ള റബ്ബർ തോട്ടം മുഴുവൻ എന്റെ തലയിലോട്ട് എഴുതി വെക്കണമെന്നും പറഞ്ഞ് പപ്പായും അമ്മച്ചിയും അമ്മച്ചിയുടെ ആങ്ങളെ പരിശുദ്ധ പിതാവ് ബിഷപ്പ് വട്ടേക്കാട് തിരുമനസും എല്ലാം കൂടെ ഒത്തോണ്ട് എന്നെ പിഴിഞ്ഞങ്ങ് ജ്യൂസ് അടിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോ ടക്ക് ഒരൊറ്റ മുങ്ങല. പപ്പായ്ക്കും അമ്മച്ചിക്കും പോലും അറിയാല ഞാൻ ഇങ്ങോട്ടാ വന്നിട്ടില്ലെന്ന്. ചില നായ്ക്കളുടെ ഊരാ നിനക്ക്. വീട്ടിൽ എത്ര ഉണ്ടായാലും എരന്ന് തന്നെ തിന്നണം, എന്നാലേ കുടൽ നിനക്കത്തുള്ളൂ. നിന്റെ അപ്പൻ എത്ര വയസ്സാന്നറിയോ നിനക്ക്? അതിപ്പോ ഒരു 78 വിത്ത് എ ഹിസ്റ്ററി ഓഫ് 2 മേജർ ഹാർട്ട് അറ്റാക്സ്. അമ്മച്ചിക്കോ? അതിപ്പോ ഏതാ? 71. ഇല്ലാത്ത അസുഖങ്ങളോട്ട് ഇല്ലതാനും. പിന്നെ അവസാന കാലത്ത് ആറ്റോന്നുണ്ടായി കിട്ടിയ ഒറ്റപുത്രൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയതിനുള്ള മനസുഖം വേറെ. എടാ, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ വയസ്സായിപ്പോയ അപ്പനും അമ്മയൊക്കെ ഒരു തമാശയാ പലർക്കും. പല വീടുകളിലും വീടിനുള്ളിൽ തന്നെ ഒരുതരം ലൈവ് കോമഡി ഷോ. ജീവനോടെ ഉള്ളപ്പോൾ നമുക്ക് അവരുടെ വില മനസ്സിലാവില്ല. മരിക്കണം, അവര് മരിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് എത്രയാ നഷ്ടപ്പെടുന്നതെന്ന്. തീരെ ചെറുപ്രായത്തിലെ നഷ്ടം എന്താണെന്ന് അറിഞ്ഞവനാ ഞാൻ. ബട്ട് വെൻ യു റിയലൈസ് ഇറ്റ് വിൽ ബി ടു ലേറ്റ്. അതിപ്പോ ഹാവ് ഇറ്റ്. ഇച്ചായൻ ഇതിനിടയ്ക്ക് 3 തവണ നാട്ടിൽ പോയപ്പോഴും കാഞ്ഞിരപ്പള്ളി ചെന്നിരുന്നു, പപ്പായ അമ്മച്ചിയും ചെന്ന് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ അമ്മച്ചി. കഴുതേ, അങ്ങനെ ചുമ്മാ നാട്ടിൽ പോയപ്പോ ചെന്ന് കയറി കണ്ടതൊന്നുമല്ല. നിന്റെ പപ്പായ അമ്മച്ചയും കാണാൻ വേണ്ടി തന്നെ ഞാൻ പോയത് നാട്ടില് ഈ 3 തവണ. നിന്നെ പറ്റി ഒരു വിവരമില്ല എന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ച് സങ്കടപ്പെടുന്നത് കേൾക്കുമ്പോ അയ്യോ എന്റെ പള്ളി. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയില് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞാൻ ഒരു 124 ISD കോൾ വിളിച്ചിട്ടുണ്ട്. ഈ പോത്തിനെ ഒന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് എന്റെ കാശ് പോയതും മിച്ചം. ഈ തെണ്ടി തിരുന്നതിനിടയ്ക്ക് എനിക്കൊരു പിക്ചർ പോസ്റ്റ് കാർഡെങ്കിലും വാങ്ങിച്ച് ഒപ്പിട്ട് അയക്കാൻ വിലയിച്ചായ ഈ കണ്ടോ കണ്ടോ, ഇതാണ് ടിപ്പിക്കൽ നസാണിച്ച്. എന്നെ ഫോൺ ചെയ്ത് കിട്ടാത്തതിലല്ല, അവളുടെ കാശ് പോയാലും സങ്കടം അല്ലോടി. അയ്യടാ എടാ പോടാ തടിയാന്നൊക്കെ വിളിക്കണ ഏട്ടോ ഒന്ന് വിളന്റെ കേട്ടോ പെങ്ങളെ. ഞാൻ പട്ടാളത്തിൽ ചേർന്ന് ആദ്യമായിട്ട് ഈ മേജറെ കാണാൻ വേണ്ടി കോട്ടേഴ്സിൽ ചെല്ലുമ്പോ ജസ്റ്റ് ഒരു LKG പീസ് ഒടിച്ചു മടക്കിയത് ഈ പോക്കറ്റിലാണ് ഇത്രൊള്ളി സാധനം. എന്നിട്ട് അവളാണ് എന്റെ പള്ളി. ഇതാര്? യുവർ അമ്മു സ്വാമിനാഥൻ? യെസ്, അമ്മു സ്വാമിനാഥൻ. വെരി മച്ച്. ബട്ട് ഹൗ കം യു ആർ ഹിയർ? അതെങ്ങനെ അറിയോ നീയും അമ്മും തമ്മില്? നന്നായിട്ടറിയും, നല്ല ഭംഗിയായിട്ടറിയും. അല്ല, നീ എങ്ങനെ അറിയുവനെ? അത് അല്ല മേജർ, യുനോ, അല്ല കൃത്യമായിട്ട് നമ്മൾ എവിടെ വെച്ചാ കണ്ടത്? ഫ്ലൈറ്റിലോ അതോ ട്രെയിനിലോ? ഏയ് അല്ലല്ല, പാർക്കില്. ഹേയ് മിസ്റ്റർ, ഞാൻ മറന്നിട്ടില്ല. എനിക്ക് നല്ല ഭംഗിയായിട്ട് ഓർമ്മയുണ്ട് നിങ്ങളെ. ഓ യെസ്. എന്റെ മേജർ, ഈ സംഭവം നടക്കുന്നത് ഡൽഹിയിൽ വെച്ചാ ഒരു 97-ൽ. ഈ കൊച്ചിന്റെ ഡാൻസ് കാണാൻ ടിക്കറ്റ് എടുത്ത് കയറി ഞാനും നമ്മുടെ പഴയ ക്യാപ്റ്റൻ ദൽവീറും. എന്നിട്ടൊടുക്കം ഡാൻസ് കഴിഞ്ഞപ്പോ ദൽവീറിന് ഭയങ്കര മോഹം ഈ കൊച്ചിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ. അല്ല, ദൽവീർ ഭയങ്കര വെള്ളമായിരുന്നു. പിന്നെ ഞാൻ അവനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച്. ഏയ് മതി മതി, നിർത്ത്. സത്യം ഞാൻ പറയാം രവിച്ചായ. വേണ്ട, സത്യം ഞാൻ പറയാം. അതായത് ഡാൻസ് തീർത്ത് നീ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോ കൃത്യം ഗ്രീൻ റൂമിന്റെ വാതിക്കൽ ഇവൻ ആടിച്ച് നല്ല കിണ്ടിയായിട്ട് ഓൺ 4 വീൽസ്, റൈറ്റ്? അതെ. നിർബന്ധമായിട്ടും ഇവന് നിന്റെ ഓട്ടോഗ്രാഫ് വേണം. അതിങ്ങനെ കവിളിൽ ഒരു ഉമ്മയായിട്ട് വേണം. അതാണ് ഇവന്റെ ഡിമാൻഡ്. ആൻഡ് യു സ്ലാപ്പ് ഇറ്റ്, റൈറ്റ്? എക്സാക്ട്ലി. ബട്ട് രവിച്ചായൻ ഇതെങ്ങനെ? ഏയ്, അത് ഇവന്റെ ഒരു പഴയ നമ്പറാ. ബട്ട് നോ ഹാം മെന്റ് അല്ലടാ. പണ്ട് കമ്പനിയുടെ ഒരു ഇൻഫോർമൽ ഗാദറിംഗില് ബ്രിഗേഡിയറുടെ മോള് ഡാൻസ് ചെയ്ത് ഇറങ്ങിയപ്പോ he did the same thing and more. പെണ്ണിനെ കയറി പൂണ്ടടക്കം പിടിച്ചിട്ട് ഒരൊറ്റ ഉമ്മയാ. അന്ന് ഇവന്റെ തല പോകായിരുന്നതേ. എന്റെ ദൈവമേ, ആ വട്ട് പെണ്ണിന് ഇവനോട് ഓൺ ദ സ്പോട്ടിൽ ഒരു അനുരാഗം തോന്നിയുണ്ടാ, അല്ലെങ്കിൽ കാണായിരുന്നു. പക്ഷെ മേജർ, അന്നത്തെ വെള്ളം ഇറങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ മൈ സിൻസിയർ അപ്പോളജീസ് ഈ കൊച്ചിനൊരു കാർഡ് അയച്ചു ഞാൻ ബാംഗ്ലൂർക്ക്. കിട്ടിയില്ലേ അത്?
ഫ്രം 1 ലെഫ്റ്റനന്റ് കിരൺ ചെറിയാൻ പോത്തൻ. ഓ കിട്ടി. പക്ഷെ മറുപടി അയച്ചില്ല. പുലിവാലായെങ്കിലോ എന്ന് പേടിച്ചിട്ട്. നന്നായി പോയി. അമ്മ വാ. പോവല്ലേ ഈ കൊച്ചെങ്ങനോടൊന്നും ചേന്റെ വീട്ടില്. അതെ, തടിയന് നല്ല വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിച്ചു തരാം. പിന്നെ ഇപ്പൊ പോയി പണി നോക്ക്. അല്ലടി അത് അല്ലേ ചായ, ഇതെങ്ങനെ ഇവിടെ ഒന്ന് ചെടി ഈ പെങ്കുച്ച്. ദാറ്റ്സ് എ ബിഗ് സ്റ്റോറി. എന്റെ പള്ളി, ഇത് ഇവിടെയെങ്കിലും ഒന്ന് കയറി കൊളുത്തിയിരുന്നെങ്കിൽ. ഈ ചായ ദേ, ഒരു കൊച്ചുകാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവൂ ഈ തറവാടിന്. ഒരു ജൂനിയർ രവിമാമൻ. Come on, finish your drink. Hey. I said finish your drink. Yes, Major. Come on. അതെ, ഒന്ന് വലിച്ചു നോക്കുന്നോ? മരകേക്ദം. വേണ്ട. എന്റെ പൊന്നാലിസേ, നീ ഒന്ന് എഴുന്നേറ്റാ മതി. ദേ, ഇനിയും വൈകിയാലുണ്ടല്ലോ, ചെന്ന് കേറുമ്പോ വെറുതെ രവിച്ചായന്റെ തെറി കേൾക്കേണ്ടി വരും. കമോൺ. ഈ ചായന്റെ മൂഡ്സ് ഒക്കെ ഇപ്പൊ എന്നെക്കാളും നന്നായിട്ട് ഊഹിച്ച് പറയാറായിപ്പോ ഇപ്പൊ ഇവിടെ അടുത്തേക്ക്. अरे ये क्या गड़बड़ हो रहा है यहाँ? Hey, who are you? Hey, अम्मू स्वामीनाथन, dancer. Yes. Autograph, please. വാമു. Hey, please, autograph. അയ്യോ, മാറി നിൽക്ക് മിസ്റ്റർ. ഇപ്പൊ മനസ്സിലായോ നിനക്ക് ഞാൻ രവിമാമന്റെ ആരാണെന്ന്? കമ്മണു. കിട്ടുന്നില്ല ചായ. കീപ് ട്രൈങ്. ചന്ദ്രേട്ടാ, ഈ അവസ്ഥയിൽ അമ്മൂനെ ആലിസിനെ തനിച്ചു വിടാതെ ഒന്ന് ആലോചിച്ചുകൂടായിരുന്നു നിങ്ങൾക്ക്? രവി, ഞാൻ ഇവനെ കൂടെ വിടായിരുന്നല്ലോ. പ്ലീസ് ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. അങ്ങനെ ദൂരെ ഒന്നും പോവില്ല അവര്. യൂസഫ്, നിനക്കറിയാമോടാ ആലിസിന്റെ ഡെസർട്ടിലെ സ്ഥിരം ഹാങ് ഔട്ട്സും റൂട്ട്സും ഒക്കെ? കുറച്ചൊക്കെ. Then come. അമ്മു, go fast. എന്താ മക്കളെ? ഒന്നുമില്ല, കരയണ്ട. റിലാക്സ്, ഒന്നുമില്ല. റിലാക്സ്. യൂസഫ്,
ഇത് ചെയ്തത് ആരൊക്കെയായാലും ശരി, ഐ വാണ്ട് ദം ട്രേസ്ഡ്.